സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായിട്ടുള്ള പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, വിവാഹ തർക്കങ്ങളിൽ കുട്ടികളെ വലിച്ചഴയ്ക്കുന്ന വലിയ രീതിയിലുള്ള പ്രവണത നമ്മൾ കാണാറുണ്ട്. ഇപ്പോഴിതാ വിവാഹ തർക്കങ്ങളിൽ പ്രത്യേകിച്ച് കുട്ടികളെ പരസ്പരം ഉപയോഗിച്ച് നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ സുപ്രീം കോടതി വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത ഒരാളുടെ അമ്മ തൻ്റെ രണ്ടാനച്ഛൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു. ഈ കേസിൽ പോക്സോ വകുപ്പുകൾ പ്രകാരം FIR ഫയൽ ചെയ്തു. വിവാഹമോചനത്തിന് ശേഷം ഭർത്താവിൻ്റെ സഹോദരി മകനെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് മറ്റൊരു ഭാര്യ പോക്സോ പരാതി നൽകിയിരുന്നു. ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ മൂലമുണ്ടാകുന്ന കേസുകളിൽ ഭർത്തൃവീട്ടുകാർ പ്രതികാരത്തിനായി ഇടപെടാറുണ്ടെന്നും ഇത് വളരെ സാധാരണമായിരിക്കുകയാണ് എന്നുമാണ് സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നത്. ഇത് മാത്രമല്ല, പരസ്പരം അപകീർത്തിപ്പെടുത്താൻ കുട്ടികളെയും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കേസിൽ തൻ്റെ മകനെ രണ്ടാനച്ഛൻ തുടർച്ചയായി ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അമ്മ ആരോപിച്ചു. ഈ ആരോപണങ്ങളിൽ സുപ്രീം കോടതിയും സ്തബ്ധനായി. ഈ മുഴുവൻ വിഷയവും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ കലഹവും കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സുപ്രീം കോടതി നടത്തിയ സമഗ്രമായ അന്വേഷണത്തിന് ശേഷം ഭർത്താവ് ആദ്യം ഒരു പരാതി നൽകിയതായും അതിനെതിരെ പ്രതികാരമായി ഭാര്യ പിന്നീട് ഭർത്താവിൻ്റെ സഹോദരിക്കെതിരെ ഈ ശാരീരിക പീഡനത്തിന് പരാതി നൽകിയതായും കണ്ടെത്തി. 2023 ഇരുവരും പരസ്പര സമ്മതത്തോടെ വിവാഹമോചനം നേടി. ആ സമയത്ത് കുറ്റം ചുമത്തിയിരുന്നില്ല. കുട്ടിയുടെ രണ്ടാനമ്മ തൻ്റെ കുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്ന് അമ്മ ആരോപിക്കുന്നു. എന്നിരുന്നാലും മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്തിയ മൊഴിയിൽ കുട്ടി അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുമില്ല. പ്രതികാരത്തിനായി കുട്ടികളെ ആയുധങ്ങളാക്കി മാറ്റുന്നത് ശരിയല്ലെന്നും രണ്ടാനമ്മയ്ക്കെതിരായ പോക്സോ കേസ് സുപ്രീം കോടതി തള്ളിക്കളയുകയും ചെയ്തു. ശരിയായ വാദം കേൾക്കാത്തതിന് ബോംബെ ഹൈക്കോടതിയെയും സുപ്രീം കോടതി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.